യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എൻ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം പ്രകൃതിയുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. പ്രിയരെ, സത്യവേദ പുസ്തകം ഇപ്രകാരം പറയുന്നു: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സങ്കീർത്തനങ്ങൾ 121:1-2 വാക്യങ്ങളാണ് വായിക്കപ്പെട്ടത്. പ്രിയരെ, ദൈവം സർവ്വതിനെയും സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നല്ലതിന് എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. മനുഷ്യനെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യൻ പ്രകൃതിയിലായി. പിന്നത്തേതിൽ പാപം കടന്നു വന്നതുകൊണ്ട് തന്നെ അപ്രകാരം പ്രകൃതിക്കും ചില മാറ്റങ്ങളും ഉണ്ടായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മുള്ളും പറക്കാരെയും ദൈവം സൃഷ്ടിച്ചിരുന്നില്ല. എന്നാലോ നമുക്ക് പാപം കടന്നു വന്നതിന് ശേഷം അത്തരത്തിലുള്ളതായ അവസ്ഥ മനുഷ്യൻ്റെ ജീവിതത്തിലും ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവം സുന്ദരമായതിനൊക്കെയും ഇഷ്ടപ്പെടുന്നവനാണ്. സ്വഭാവ സൗന്ദര്യം ഇഷ്ടപ്പെടുന്നു. പൂക്കളുടെ ലാവണ്യം എന്ന പോലെ തന്നെ ലാളിത്യവും നിർമ്മലതയും വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മളിലേവരിലും ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. ഇന്ന് ഉള്ളതായ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളിലൂടെയും ഇത്തരത്തിൽ ദൈവിക ലാളിത്യത്തെ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം പരിപ്രാപ്തരാകണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ മാതാപിതാക്കളോട് പറയുന്നു: മാതാപിതാക്കളെ, എങ്ങനെയുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് നാം നമ്മുടെ മക്കൾക്ക് നൽകുന്നത്? നിർമ്മലവും സൗന്ദര്യമായതും ആയവയാണോ? ജീവിതത്തിൻ്റെ ബാഹ്യ പരിഗണനകളെ പഠിച്ച് ലോകത്തിൻ്റെ വഞ്ചനാപരമായ അലങ്കാരമായ വ്യർത്ഥതകളെ നേടുവാനാണോ നിങ്ങൾ സമയവും ധനവും ചെലവിടുന്നത്? എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശൈശവത്തിൻ്റെ നാളുകൾ മുതലേ നാം പ്രകൃതിയുടെ മഹത്തായ ദൈവിക പഠനത്തെക്കുറിച്ച് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു. സത്യവേദ പുസ്തകം ഇപ്രകാരം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു: പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു ബാലൻ കൊള്ളാവുന്നതാവുന്നു. സഭാപ്രസംഗികളുടെ പുസ്തകം 4-13 വാക്യമാണ് ഇപ്രകാരം പറയുന്നത്. അപ്പോൾ മനുഷ്യരോടുള്ള ദൈവസ്നേഹത്തെ, അതിൻ്റെ പ്രകടമായിട്ട് നാം അവരിൽ ശ്രദ്ധിക്കപ്പെടുകയും സ്വർഗസ്ഥനായ പിതാവിനുള്ള അവരുടെ സ്നേഹത്തെ ആ ഒരു കൃതജ്ഞതയോടുകൂടിയും അവരുടെ ഉള്ളിൽ നല്ല ദാനങ്ങൾ ഉണ്ടാകേണ്ടതിന്, അല്ലെങ്കിൽ അത് ഉണർത്തേണ്ടുന്നതിന് നാം അവരെ ഉത്തേജിപ്പിക്കേണ്ടത് ആവശ്യമാകുന്നു എന്നുകൂടെ അവിടെ എന്ത് ചെയ്തു? നമ്മെ അത് ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്രകാരം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-6 വാക്യത്തിൽ പറയുന്നു: ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ അത് വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-6 വാക്യമാണ് അപ്രകാരം നമ്മെ അത് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നുവെങ്കിൽ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ പാത പിൻപറ്റുന്നവരായ നാമും നമ്മുടെ തലമുറകളെ ആ ഒരു രീതിയിൽ പാത പിൻപറ്റിക്കൊണ്ട് കൊണ്ടുപോകുവാൻ ഉള്ളതായ കൃപാവരം സർവശക്തനായ ദൈവം നമുക്ക് തരും. അങ്ങനെയെങ്കിൽ സങ്കീർത്തനം 22:30 ഇപ്രകാരം പറയുന്നു: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദൈവം തൻ്റെ ജനത്തിന് അടയാളമായിട്ട് മഴവില്ല് സ്ഥാപിച്ചുവെങ്കിൽ, അതൊരു അടയാളമായിട്ട് ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ, അത് ഒരു നിയമത്തെ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെ പ്രകൃതി ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും നമുക്കും നമ്മുടെ തലമുറകളെ ദൈവകൃപയാൽ വളർത്തുവാനുള്ളതായ കൃപാവരം സർവശക്തനായ നമുക്ക് തരട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനായ ദൈവമേ, അനുഗ്രഹമേറിയതായ നല്ലൊരു പകൽക്കാലം ഞങ്ങൾക്ക് തന്നതിനായ സ്തോത്രം. കേട്ടതായ വചനത്തിന് പ്രകാരം തിരുവചനങ്ങൾക്ക് കീഴിൽ ഞങ്ങളുടെ തലമുറകൾ വളർത്തിയെടുപ്പാൻ തക്കവണ്ണം
പ്രകൃതിയിലുള്ള പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നേറുവാനുള്ളതായ കൃപാവരം ഞങ്ങൾക്ക് തരണം. കൃപ, കരുണ, കാരുണ്യം, സ്നേഹം, കരുതലെല്ലാം ഞങ്ങളോട് കൂടെ ഇരിക്കും. സകലതും കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കും. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.